പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീഡിയ അറബിക്കിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് നഷ്അത്ത് തബഅത്തിൽ അറബി അച്ചടിയുടെ ആരംഭം എന്ന ഒന്നാമത്തെ യൂണിറ്റിൻ്റെ റീക്യാപ്പും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ്. അപ്പോൾ നമുക്ക് റീക്യാപ്പിലേക്ക് കടക്കാം. അത്തബഅത്തു അച്ചടി, തബഅൽ കലിമാത്തി വസ്സുവരി ഫൗഖൽ വറഖ്, പേപ്പറിൽ പദങ്ങളും അതേപോലെ രൂപങ്ങളും അച്ചടിക്കൽ. സഫു കലിമാത്തിൻ ബിഅഹ്റഫിൻ മത്ബഇയ്യത്തിൻ നഖ്ലിഹ അലൽ വറഖി ബിവാസിത്തിൽ ആലാത്തിൽ മത്ബഇയ്യ, യന്ത്രങ്ങളുടെ സഹായത്തോടെ പേപ്പറിലേക്ക് മാറ്റുന്നതിനായി പ്രിന്റിംഗ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ ക്രമീകരിക്കുക. ഇഖ്തിറാഉൽ വറഖി ഫിസ്സീൻ, ചൈനയിൽ പേപ്പറിൻ്റെ കണ്ടുപിടുത്തം. യോഹാൻ ജോതംബ്ര മുഖ്തറസ് തബഅത്തുൽ ഹദീസ, ചൈനയിൽ ഇഖ്തിറാഉൽ വറഖി ഫിസ്സീൻ, ചൈനയിൽ പേപ്പറിൻ്റെ കണ്ടുപിടുത്തം. അടുത്തത് യോഹാൻ ജോതംബ്ര മുഖ്തറഅ തബഅത്തുൽ ഹദീസ, യോഹാൻ ഗുട്ടൻബർഗ് ആധുനിക അച്ചടിശാലയുടെ സ്ഥാപകൻ. അത്തബഅത്തു ബിൽ ഹുറൂഫിൽ അറബിയ്യ അവൈലുൽ ഖർനി സാദിസി അശറ ഇത്താലിയ, അറബിക് അക്ഷരങ്ങളുടെ അച്ചടി 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം, ഇറ്റലി. അവ്വലു മത്ബഅത്തിൻ ഫാനു കിതാബ് സ്വലാത്ത് സവാഇ ഹസ്ബ തഖസി കനീസിയത്തി അൽ ഇസ്കന്ദരിയ ഇൻ 1544 മീലാദിയ. ആദ്യത്തെ അച്ചടിശാല ഫാനോ, അലക്സാണ്ട്രിയൻ സഭയുടെ ആരാധനാക്രമപ്രകാരമുള്ള കിതാബ് സ്വലാത്ത് അസ്സവാഇ. അടുത്തത് അൽ ഖുർആനുൽ കരീം അൽ ബന്ദഖിയ 1547, വിശുദ്ധ ഖുർആൻ വെനീസ് ക്രിസ്തു വർഷം 1547. അൽ മത്ബഅത്തുൽ മുസ്തശ്റഖ് തോമസ് അറൂബീനിയാസ് തബഅ കിതാബ ഗൈറു ദീനി. ഓറിയന്റൽ പ്രിന്റിംഗ് പ്രസ് തോമസ് അർബീനിയസ് മതപരമല്ലാത്ത പുസ്തകങ്ങൾ അച്ചടിച്ചു. മൻശഉ ഫൻ തബഅത്തി ഫി തുർക്കിയ ഇബ്രാഹിം മുതഫല്ലിഖ, തുർക്കിയിലെ അച്ചടി കലയുടെ സ്ഥാപകൻ ഇബ്രാഹിം മുതഫല്ലിഖ. മൻശഉ ഫൻ അടുത്തത് അത്തബഅത്തുൽ അറബിയ്യ അസ്സുലുസുൽ അവ്വൽ മിൽ ഖർനി സാമിനി അശർ, അറബിക് അച്ചടി 8-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ മൂന്നിലൊന്ന്. മത്ബഅത്തുൽ ജവാനിബ് അഹ്മദ് ഫാരിസ് അഷ്ശദിയാഖ്, അറബ് പ്രിന്റിംഗ് പ്രസിന്റെ സ്ഥാപകൻ ഇസ്താംബുൾ മുഹമ്മദ് അറബി പ്രിന്റിംഗ് അസ്സുലുസുൽ അവ്വൽ മിൻ ഖർനി സാമിനി അശർ, 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ മൂന്നിലൊന്ന്. മൻശഅ തബഅത്തുൽ അറബിയ്യ അൽ അസ്താന മുഹമ്മദ് ജിബിലി വബ്നുഹു സഈദ്, അറബിക് പ്രിന്റിംഗ് പ്രസിന്റെ സ്ഥാപകൻ ഇസ്താംബുൾ മുഹമ്മദ് ജബറിയും മകൻ സഈദും. അടുത്തത് മത്ബഅത്തുൽ ജവാനിബ് അഹ്മദ് ഫാരിസ് അഷ്ശദിയാഖ്, അച്ചടിശാല അഹ്മദ് ഫാരിസ് അഷ്ശദിയാഖ്. മത്ബഅത്തുൽ ജവാഇബ്. പിന്നെ അൽ ആലമുൽ അറബി മത്ബഅത്തു ദീർ അസഹിയ തറാബിൽസ് 60
മീലാദിയ അൽ മവാറന. അറബ് ലോകം. ദീർഘസഹിയ പ്രസ് ട്രിപ്പോളി ക്രിസ്തുവർഷം 1610. മറോണൈറ്റുകൾ. അടുത്ത മത്തുബാഅത്തുൻ കസീറത്തുൻ ഫീ ലബനാൻ വശാം. ലബനാനിലും സിറിയയിലും നിരവധി പ്രസിദ്ധീകരണങ്ങൾ. മിസ് നാബിലിയോൺ മത്തുബാഅത്തുൽ അഹ്ലിയ തബഅ സിൽസിലത്തു താരീഖ്. ഈജിപ്റ്റ് നെപ്പോളിയൻ അൽ അഹ്ലിയ പ്രസ് സിൽസിലത്ത് താരീഖ് അച്ചടിച്ചു. ഇഷ്തറ മുഹമ്മദ് അലി ബാഷ മത്താബഅത്തുൽ അഹ്ലിയ സഹീഫത്തുൽ വഖാഇൽ മിസ്രിയ. അൽ അഹ്ലിയ പ്രസ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. മുഹമ്മദ് അലി ബാഷ അൽ അഹ്ലിയ പ്രസ് വാങ്ങി അൽ വഖാഇ അൽ മിസ്രിയ പത്രം. മത്തുബഅത്തുൽ അഹ്ലിയ തുഅറഫു അയ്ളൻ മത്തുബഅത്തുൽ അംലിയ മത്തുബഅത്തുൽ ബൗലാഖ്. അൽ അഹ്ലിയ പ്രസ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു അൽ അമീരിയ പ്രസ്, ബുലാഖ് പ്രസ്. അടുത്തത് ഫലസ്തീൻ 1830, മക്ക 1882, അൽ അർദൻ ജോർദാൻ ക്രിസ്തുവർഷം 1922. ഇനി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഒന്നാമത്തെ ചോദ്യം, മാഹിയ തഅരീഫ് തബഅത്തി ലുഗതൻ. ഭാഷയിൽ അച്ചടിയുടെ താരീഫ് എന്താണ്? നിർവചനം എന്താണ്? എന്താണ് ഭാഷാശാസ്ത്രപരമായി അച്ചടിയുടെ നിർവചനം? ആൻസർ, ഹർഫത്തു നഖ്ലിൽ നസ്ജിൽ മുതഅദ്ദിദത്തി മിനൽ കിതാബത്തി അവസ്സുരി ബിൽ ആലാത്തി. യന്ത്രങ്ങൾ ഉപയോഗിച്ച് എഴുത്തുകളെയോ ചിത്രങ്ങളെയോ പകർത്തുന്ന പലവിധ നെയ്ത്തുകളുടെ തൊഴിൽ. രണ്ടാമത്തെ ചോദ്യം, മാഹിയ താരീഫ് തുബഅത്തി ഇസ്തിലാഹൻ. സാങ്കേതികമായ അച്ചടി നിർവചനം എന്താണ്? ആൻസർ, തുബഅൽ കലിമാത്തി വസ്സൂരി ഫൗഖൽ വറഖി അവിൻ നസീജി അവിൽ മആദിനി ഔ അയ്യി മവാദിൻ ഉഖ്റ മലാഅത്തൻ ലിത്ത്ബഇ ഫൗഖഹ. പേപ്പർ, തുണിത്തരങ്ങൾ, ലോഹങ്ങൾ അല്ലെങ്കിൽ അച്ചടിക്കാൻ അനുയോജ്യമായ മറ്റു വസ്തുക്കൾ എന്നിവയ്ക്ക് മുകളിൽ വാക്കുകളും ചിത്രങ്ങളും അച്ചടിക്കുക. മൂന്നാമത്തെ ചോദ്യം, ഐന ലഹറത്ത് ബിദായത്തുൽ ഇഖ്തിറാഅത്തി തബഅയ്യ. അച്ചടി കണ്ടുപിടുത്തങ്ങളുടെ തുടക്കം എവിടെയാണ് ഉണ്ടായത്? ആൻസർ, അശ്ശർഖ് ഫിസ്സീൻ, കിഴക്ക് ചൈനയിലാണ് തുടങ്ങിയത്. അടുത്ത നാലാമത്തെ ചോദ്യം, മൻഹുവ മൻശഉ തബഅത്തിൽ ഹദീസ. ആധുനിക അച്ചടിയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ, യോഹാൻ ജോത്തംബർഗ്. യോഹാൻ ഗുട്ടംബർഗ് ആണ് മൻശഉ തബഅത്തിൽ ഹദീസ, ആധുനിക അച്ചടിയുടെ സ്ഥാപകൻ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, മത്താ ലഹറത്തുൽ ഹുറൂഫുൽ അറബിയ്യ അവ്വലൻ ഫി ത്വബാഅ. അറബി അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിയിൽ പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണ്? ആൻസർ, അവൈലു ഖർനി സാദിസ അശർ, 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. ഏഴാമത്തെ ചോദ്യം, മത്താ തുബിഅ അവ്വലു കിതാബിൻ ഫിൽ അറബിയ്യ. അറബിയിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട കിതാബ് ഏതാണ്? പുസ്തകം ഏതാണ്? ആറാമത്തെ ചോദ്യം വായിച്ചില്ല. ഫി അയ്യ മത്ബഅത്തി ലഹറത്തി തബഅത്തുൽ ഹുറൂഫിൽ അറബിയ്യ അവ്വലൻ. ആദ്യമായി അറബി ഹർഫുകളിലെ അച്ചടി വെളിവായത് ഏത് പ്രസ്സിലാണ്? ആൻസർ, ഇറ്റലിയ ഇസ്മുൽ മത്ബഅത്തി അയ്ളൻ. ഇനി ഏഴാമത്തെ ചോദ്യം,
മത്ത തുബിഅ അവ്വൽ കിതാബ് ഫിൽ അറബി, അറബിയിൽ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്, കിതാബ് ഏതാണ്? സോറി, എപ്പോഴാണ്? മത്ത തുബിഅ അവ്വൽ കിതാബ് ഫിൽ അറബി, അറബിയിൽ ആദ്യത്തെ കിതാബ് അച്ചടിക്കപ്പെട്ടത് എപ്പോഴാണ്? ആൻസർ കാണിക്കില്ല, നിങ്ങൾ നോക്കിയാൽ മതി. പ്രസ്താവത്തം 1514. എട്ടാമത്തെ ചോദ്യം, മാഹു അവൽ കിതാബ് തുബിഅ ഫിൽ അറബിയ, അറബിയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ കിതാബ് ഏതാണ്? ആൻസർ സലാത്തു സവാഇ ഹസ്ബ തഖസിൻ കനീസത്തുൽ ഇസ്കന്ദരിയ. അലക്സാണ്ട്രിയൻ സഭയുടെ ആരാധനക്രമ പ്രകാരമുള്ള കിതാബ് സലാത്ത് അസ്സവാഇ. ഒമ്പതാമത്തെ ചോദ്യം, മാതാ കാനത്തെ മവാദുൽ കുത്തുബില്ലത്തി ത്വബഅത്ത് ഫിൽ മതാബിഉൽ ഉറൂബിയ, യൂറോപ്യൻ പ്രസ്സുകളിൽ അച്ചടിച്ച പുസ്തകങ്ങളുടെ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ആൻസർ അദ്ദീൻ, മതം, അന്നഹ്വ്, വ്യാകരണം, അശ്ശഅർ, പാട്ട്, വതാരീഖ്, ഹിസ്റ്ററി. പത്താമത്തെ ചോദ്യം, മൻഹും അസ്ബഖുൽ ഉമമി ഫി തബഅത്തിൽ അറബിയ ഫി ശർഖ്, കിഴക്കിൽ അറബിയുടെ പ്രസ്സിംഗ്, അറബി അച്ചടിയിൽ ആദ്യത്തെ മുൻപന്തിയിൽ നിന്ന സമൂഹങ്ങൾ ആരൊക്കെയാണ്? ആൻസർ അൽ ഉസ്മാനിയൂൻ, ഉസ്മാനിയാക്കളാണ് മുമ്പിൽ, അറബി പ്രിന്റിങ്ങിന്റെ മുമ്പിൽ നിൽക്കുന്നവർ. 11ാമത്തെ ചോദ്യം, മൻ അൻഷാ മത്ബഅത്ത് ഫി ദൗലത്തിൽ ഉസ്മാനിയ, ഓട്ടോമൻ സാമ്രാജ്യത്തിൽ അച്ചടി സ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഇബ്രാഹിം മുത്തഫരിഖ. 12ാമത്തെ ചോദ്യം, മൻ ഹുവ മൻശഉ ഫന്ന് തബഅത്ത് ഫി തുർക്കിയ, തുർക്കിയിൽ അച്ചടി കലയുടെ സ്ഥാപകനാരാണ്? അതും ഇബ്രാഹിം മുത്തഫരിഖ. 13ാമത്തെ ചോദ്യം, മത്താ ദഹറത്തി തബഅത്തുൽ അറബിയ ഫിൽ മത്ബഅത്തിൽ അസ്താന, ഇസ്താംബൂളിൽ പ്രസ്സിൽ അറബിക് അച്ചടി എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത്? ഇസ്താംബൂളിലെ പ്രസ്സിൽ അറബിക് അച്ചടി എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത്? ആൻസർ ഫി സുലുസിൽ അവൽ മിൻ ഖർനി സാമിനി അശർ, 18ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ മൂന്ന് പകുതിയിൽ. അടുത്ത 14ാമത്തെ ചോദ്യം, മൻഹുവ മൻശഉ അവ്വലു മത്ബഅത്തിൽ അറബിയ്യത്തിൻ ഫിൽ ആസ്ഥാന, ഇസ്താംബൂളിൽ ആദ്യമായി അറബിക് പ്രസ്താവിച്ചയാൾ ആരാണ്? ആൻസർ മുഹമ്മദ് ജബിലി വബ്നുഹു സഈദ്, മുഹമ്മദ് ജബിലിയും അദ്ദേഹത്തിൻ്റെ മകനായ സഈദും. 15ാമത്തെ ചോദ്യം, മാഹിയ അഷ്ഹറുൽ മത്ബഅത്തിൽ അറബിയ്യത്തിൻ ഫിൽ അസ്താന, ഇസ്താംബൂളിലെ ഏറ്റവും പ്രശസ്തമായ അറബിക് പ്രസ് ഏതാണ്? ആൻസർ മത്ബഅഉൽ ജവാനിബിൽ അഹ്മദ് ഫാരിസ് ഷദിയാഖ്, അഹ്മദ് ഫാരിസ് ഷദിയാഖിൻ്റെ ജവാനിബ് പ്രസ്. 16ാമത്തെ ചോദ്യം, മാഹിയ അവ്വലു മത്ബഅത്തിൻ ഫിൽ ആലമിൽ അറബി, അറബി ലോകത്തിൽ ആദ്യത്തെ പ്രസ് ഏതാണ്? ആൻസർ ദീർ ഖസഹിയ ബി മദീനത്തി തറാബിൽസ്, ട്രിപ്പോളിയ പട്ടണത്തിലെ ദീർ ഖസഹിയ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദീർ ഖസഹിയ ബി മദീനത്തി തറാബിൽസ്, ട്രിപ്പോളി പട്ടണത്തിലെ ദീർ ഖസഹിയ. 17ാമത്തെ ചോദ്യം, മത്ത ഉൻശിഅത്ത് മത്ബഅത്തു ദീർ ഖസഹിയ, ദീർ ഖസഹിയ പ്രസ് സ്ഥാപിതമായത് എപ്പോൾ? ആൻസർ മീലാദിയ ഇൻ 1610. പ്രസ്താബ്ദം
1610. 18ാമത്തെ ചോദ്യം മത അൻഷഅ മത്ബഅത്ത് ദീർ ഖസഹിയ. ദീർ ഖസഹിയ പ്രസ് സ്ഥാപിച്ചത് ആര്? ആൻസർ അൽ മവാറനത്ത് ഫി ലബനാൻ. ലബനാനിലെ അൽ മവാറനത്ത്, ലബനാനിലെ മറോണൈറ്റുകൾ. ഈ 19ാമത്തെ ചോദ്യം ഐന ലഹറത്ത് അവലു മത്ബഅത്തിൻ അറബിയ്യത്തിൻ ഫിൽ ആലമിൽ അറബി. അറബ് ലോകത്തെ അറബിക് പ്രസിദ്ധീകരണങ്ങൾ ആദ്യമായി എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്? ആൻസർ മദീനത്ത് ഹൽബ്, ഖറിയത്തു ഷവീർ ഫി ജബലി ലബനാൻ, ബൈറൂത്ത്. ലബനനിലെ മൗണ്ട് ലെബനിലുള്ള ഷുവൈർ ഗ്രാമമായ ഹലബ് നഗരം. മദീനത്തു ഹൽബ്, ഖറിയത്തു ഷുവൈർ ഫി ജബലി ലബനാൻ, ബൈറൂത്ത്. ലബനനിലെ മൗണ്ട് ലെബനിലുള്ള ഷുവൈർ ഗ്രാമമായ ഹലബ് നഗരം. 20ാമത്തെ ചോദ്യം മത്താ ബദഅത്ത് തബഅത്തുൽ അറബിയ്യ ഫി മിസ്ർ. ഈജിപ്തിൽ അറബി അച്ചടി എപ്പോഴാണ് ആരംഭിച്ചത്? ആൻസർ ബിഹംലത്തി നാബിലിയൂൻ ബോണാബർത്ത് അല മിസ്രി ഫി ആമി 1798 മീലാദിയ. ക്രിസ്തുവർഷം 1798 നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഈജിപ്ഷ്യൻ പര്യവേക്ഷണത്തിലൂടെ. 21ാമത്തെ ചോദ്യം കൈഫ അതത്തിൽ ആലാത്ത് തബഅത്ത് ഫി മിസ്ർ. മിസ്റിൽ അച്ചടി യന്ത്രം വന്നത് എങ്ങനെ? ആൻസർ അത്തത്ത് നാബിലിയൻ ഇല മിസ്രവി മത്ബഅത്തിൽ തബഅ ഫിഹ നശറാത്ത് ഫിൽ ലഗത്തി ഫറൻസിയ വൽ യൂനാനിയ വൽ അറബിയ. ഫ്രഞ്ച്, ഗ്രീക്ക്, അറബി ഭാഷകളിൽ ലഘുലേഖകൾ അച്ചടിക്കുന്നതിനായി നെപ്പോളിയൻ ഈജിപ്തിലേക്ക് പ്രസ് കൊണ്ടുവന്നു. 22ാമത്തെ ചോദ്യം ബി അയ്യി ഇസ്മിൻ ഉരിഫത്തുൽ മത്ബഅത്തുല്ലത്തി ഉസ്സിസ നാബിലിയൂൻ ഫി മിസ്ർ. മിസ്റിൽ നെപ്പോളിയൻ സ്ഥാപിച്ചതായ പ്രസ് ഏത് നാമത്തിൽ അറിയപ്പെട്ടു? ആൻസർ അൽ മത്ബഅത്തുൽ അഹ്ലിയ, അഹ്ലിയ പ്രസ് എന്ന് അറിയപ്പെട്ടു. 24ാമത്തെ ചോദ്യം മക്കാന മുഹററു സിൽസിലത്തു താരീഖ്. സിൽസിലത്തു താരീഖ് എന്നതിൻ്റെ പത്രാധിപർ ആരായിരുന്നു? സിൽസിലത്തു താരീഖ് എന്ന് പറഞ്ഞാൽ ചരിത്ര പരമ്പര എന്നതിൻ്റെ പത്രാധിപർ ആരായിരുന്നു? സിൽസിലത്തു താരീഖ്. ആൻസർ അർ-റമദ് ഫി മിസ്ർ വതർഖു മുആലജതിഹി. ഈജിപ്തിലെ നേത്രരോഗവും അതിൻ്റെ ചികിത്സാ രീതികളും. 25ാമത്തെ ചോദ്യം മാഹിയ അസ്മാ മുഖ്തലിഫത്തിൽ മത്ബഅത്തി ബൂലാഖ്. ബൂലാഖ് പ്രസിദ്ധ അച്ചടിച്ച ആയത്തിൻ്റെ അറബി പത്രം ഏതാണ്? 25ാമത്തെ ചോദ്യം ബൂലാഖ് പ്രസിൻ്റെ വിവിധ പേരുകൾ എന്തൊക്കെയാണ്? മാഹിയ അസ്മാൻ മുഖ്തലിഫത്തിൽ മത്ബഅത്തി ബൂലാഖ്. ബൂലാഖ് പ്രസിൻ്റെ വ്യത്യസ്തമായ നാമങ്ങൾ ഏതൊക്കെയാണ്? 24ാമത്തെ ആൻസർ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. മക്കാന മുഹറർ സിൽസിലത്തു താരീഖ്. സിൽസിലത്തു താരീഖിൻ്റെ എഡിറ്റർ ആരായിരുന്നു? ആൻസർ അസയ്യിദ് ഇസ്മായിൽ ഹിഷാബ് ആയിരുന്നു ബൂലാഖ് പ്രസിൻ സിൽസിലത്തു താരീഖ് എന്നതിൻ്റെ പത്രാധിപർ. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യനാണ് മാഹി അസ്മാ മുഖ്തലിഫത്തിൽ മത്ബഅത്തി ബൂലാഖ്. ബൂലാഖ് പ്രസിൻ്റെ വ്യത്യസ്ത നാമങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ അൽ മത്ബഅത്തുൽ അഹ്ലിയ, അൽ മത്ബഅത്തുൽ അമീരിയ വ മത്ബഅത്തുൽ ബാഷ. അടുത്ത 26ാമത്തെ ചോദ്യം മാഹിയ അവലു ജരീദത്തിൻ അറബിയത്തിൽ മത്ബഅത്തി മിൻ മത്ബഅത്തി ബൂലാഖ്. ബൂലാഖ് പ്രസിദ്ധ അച്ചടിച്ച ആദ്യത്തെ അറബി പത്രം ഏതാണ്? ആൻസർ സഹീഫത്തു അൽ വഖാഇൽ മിസ്രിയ എന്ന പത്രം. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.